Hi friends, welcome to my YouTube channel H Media. Traders Max Beginner to Advanced Tutorialsന്റെ 81st ലെസൺ ആണിത്. ഈ ലെസണിലൂടെ IV ജനറേറ്റർ എന്ന സ്ക്രിപ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇന്റീരിയർ ആർക്കിടെക്ചർ പ്രൊജക്റ്റുകളിലേക്ക് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് IV പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം, നമുക്ക് എങ്ങനെ ഈ സ്ക്രിപ്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ബട്ടണായി ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു റോമൻ കോളം കാണാവുന്നതാണ്. ആദ്യമായി നമ്മൾ ഈ റോമൻ കോളത്തിലാണ് നമ്മൾ ഈ ഒരു IV ജൻ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള IV ജനറേറ്ററിന്റെ ബട്ടൺ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു IV ജനറേറ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട്സ് ഗ്രോയിങ് എന്ന ഈ ഒരു ടാബ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ടാബിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു IV ജനറേറ്ററിന്റെ റൂട്ട്സ് നമുക്ക് എവിടെയാണോ റൺ ചെയ്യിപ്പിക്കേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു കോളത്തിൽ ഈ ഒരു ബേസിലാണ് ഈ റൂട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സീഡ് ലൊക്കേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സീഡിനെ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാം. നമ്മൾ ഈ ഒരു സീഡ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സീഡ് ഇവിടെ പ്ലേസ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു കോളം ഇവിടെ സെലക്ട് ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിനി ഈ ഒരു IV പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നതിനായി ഫോഴ്സ് പാരാമീറ്റേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഫോഴ്സ് പാരാമീറ്റേഴ്സിൽ പ്രൈമറി വെയിറ്റ്, റാൻഡം വെയിറ്റ്, ഗ്രാവിറ്റി, അഡീഷൻ വെയിറ്റ് തുടങ്ങിയ ഓപ്ഷൻസിൽ ചേഞ്ചസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ഈ ഒരു IV പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രൈമറി വെയിറ്റിൽ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ ഒരു IV പ്ലാന്റ്സിനെ കൂടുതൽ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രൈമറി വെയിറ്റിൽ 0.03, റാൻഡം വെയിറ്റ് 0.01, ഗ്രാവിറ്റി വെയിറ്റ് 0.1 എന്നിങ്ങനെയാണ് ഇവിടെ വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു IV പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വളരെ ഫാസ്റ്റായി തന്നെ ഈ ഒരു പ്ലാന്റ്സ് ഇതിൽ ക്രിയേറ്റ് ആവുന്നതായി ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു കോളം മുഴുവൻ നമുക്ക് ഈ ഒരു IV പ്ലാന്റ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിൽ ലൈൻസ് എന്ന ഓപ്ഷനാണ് ഡിഫോൾട്ടായി സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കിവിടെ പോയിന്റ്സ് ആയും ലൈൻസ് ആൻഡ് പോയിന്റ്സ് എന്ന ഈ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ലൈൻസ് ആൻഡ് പോയിന്റ്സിലേക്ക് IV ലീവ്സിനെ ആഡ് ചെയ്യുന്നതിനായി ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് എന്ന ഈ ഒരു ടാബാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ടാബ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പോയിന്റ്സിൽ നിന്ന് ഇനി നമ്മൾ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൻ്റെ ബ്രാഞ്ചസ് സ്പ്ലൈനായും മെഷായും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ നിന്ന് മെഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മളുടെ ഈ ഒരു ലൈൻസ് ആൻഡ് പോയിന്റ്സ് ഇവിടെ ഇതുപോലെ മെഷായി മാറിയിരിക്കുകയാണ്. അടുത്തായി നമ്മൾ ഈ ഒരു ബ്രാഞ്ചസിലേക്ക് നമുക്ക് IV ലീവ്സിനെയാണ് ആഡ് ചെയ്യേണ്ടത്. IV ലീവ്സിനെ ആഡ് ചെയ്യുന്നതിനായി ലീവ്സ് ജനറേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ലീവ്സിൻ്റെ പ്രോബബിലിറ്റി, ലീവ് സൈസ്, ലീവ്സ് ടൈപ്പ് തുടങ്ങിയ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രോ ലീവ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് നമ്മുടെ IV ലീവ്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ലീവ്സ് ക്രിയേറ്റ് ചെയ്യാം. വളരെ ഫാസ്റ്റായി തന്നെ നമുക്ക് ഈ ഒരു ലീവ്സ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്കിതുപോലെ ഈ ഒരു ലീവ്സിൻ്റെയും ഈ ഒരു ബ്രാഞ്ചസിൻ്റെയും ഒക്കെ മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ്. ഒപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലീവ്സ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി ലോഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഏതൊരു സീനിലേക്കും ഇതിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ റിയലിസ്റ്റിക് ആയ രീതിയിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു IV പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും നമുക്കിതിൻ്റെ ലീവ്സിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു IV ലീവ് സൈസ് ഇവിടെ നിന്ന് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാനൊരു 5 mm ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു IV ലീവ്സിൻ്റെ സൈസ് ഇവിടെ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്.
നമുക്ക് വളരെ നാച്ചുറൽ ആയ രീതിയിൽ നമുക്കിതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ ഏതൊരു ഒബ്ജക്റ്റിലേക്കും വളരെ ഈസിയായി നമുക്ക് ഈ ഒരു ഐവി ലീവ്സിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ഐവി ലീവ്സ് ജനറേറ്റ് ചെയ്തതിന് ശേഷം ഇതിലുള്ള ഡിലേറ്റ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിൽ നിന്ന് ലീവ്സിനെയോ ഇതിലുള്ള ബ്രാഞ്ചസിനെയോ നമുക്ക് ഡിലേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ നിന്ന് ഈ ഒരു ലീവ്സിനെ ഡിലേറ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ആ ഒരു ലീവ്സിനെ ഇതിൽ നിന്ന് ഡിലേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ബ്രാഞ്ചസ് മാത്രം ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ നമ്മളുടെ വർക്കിന് ആവശ്യമായ രീതിയിലെല്ലാം ഐവി ജനറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ഒരു ബട്ടണായി ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ചെക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഫോൾഡറാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 3ds Max 2022 വരെയുള്ള വെർഷനുകളിലേക്ക് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യാം. പ്രോഗ്രാം ഫയൽസിൽ ഓട്ടോഡെസ്ക് ആ ഫോൾഡറിനുള്ളിൽ നമ്മുടെ 3ds Max വെർഷൻ്റെ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഫോൾഡറിനുള്ളിൽ നമുക്ക് പ്ലഗിൻസ് എന്നൊരു ഫോൾഡർ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇനി നമ്മുടെ സ്ക്രിപ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഫയൽ കോപ്പി ചെയ്തുകൊണ്ട് നമുക്കിതിൽ പേസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഫയൽ ഇതിൽ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തായി 3ds Max 2022 എന്ന ഈ ഒരു സെയിം ഫോൾഡറിൽ സ്ക്രിപ്റ്റ്സ് എന്നൊരു ഫോൾഡർ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഇതിൽ ജി ടൂൾസ് ഐവി എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അടുത്തായി 3ds Maxൻ്റെ നമ്മളുടെ ഈ ഒരു സെയിം ഫോൾഡറിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ മാപ്സ് ആഡ് ചെയ്യുന്നതിനായി മാപ്സ് എന്ന ഫോൾഡർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു ഫോൾഡർ കാണാം. ഇത് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു മാപ്സിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ മാപ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്ത് നമ്മൾ ഈ ഒരു ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യാം. ഈ ഒരു ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് 3ds Max ഓപ്പൺ ചെയ്യാം. നമ്മൾ ഈ 3ds Max ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ ജി ടൂൾസ് എന്ന ഈ ഒരു കാറ്റഗറി നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഈ ഒരു ഐവി ജനറേറ്റർ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമുക്കിതിനൊരു ബട്ടണായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി ന്യൂ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഒരു ടൂൾ ബാറിലേക്ക് ഈ ഒരു ആക്ഷനിൽ നിന്ന് ഈ ഒരു ഐവി സെലക്ട് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ ഒരു ടൂൾ ബാറിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഐവി ജെൻ ഇവിടെ ഒരു സ്ക്രിപ്റ്റായി ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ വർക്കുകളിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.